ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഇന്ന് വന്നേക്കുന്ന ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇത് കളറായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സാണ്. ഇത് മേടിച്ചതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സാധാ ഐസ്ക്രീം സ്റ്റിക്ക് പെയിൻ്റ് അടിച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ച ഐസ്ക്രീം സ്റ്റിക്ക് ഇതല്ല. ഞാൻ സാധാരണ മേടിക്കാൻ പോയപ്പോൾ ഇത് കടയിൽ കണ്ടപ്പോൾ മേടിച്ചു എന്ന് മാത്രം. പക്ഷേ ഇത് കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. നമുക്ക് സാധാ ഐസ്ക്രീമിൽ കളർ അടിച്ചു കഴിഞ്ഞാൽ അതായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക, മുകളിലോട്ടും താഴത്തോട്ടുമായിട്ട്. അപ്പോൾ ഇതിന് 6 കളേഴ്സേ ഉള്ളൂ കേട്ടോ. ഗ്രീനും യെല്ലോ, റെഡ്, ഓറഞ്ച്, ബ്ലൂ, അതുപോലെ വയലറ്റ്. ഇത്ര കളർ തന്നെ ഉള്ളൂ. അപ്പോൾ അത് വീണ്ടും അതുപോലെ തന്നെ അങ്ങോട്ട് ഓർഡറിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം കളറായിട്ടും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. സാധാ നമ്മുടെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് മതി. ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. എത്ര വേണം എന്നുള്ള ഒരു ലെങ്ത്തിന് എടുക്കുക. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ സാധാ ഫെവിക്കോളാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഗ്ലൂഗൺ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യും. പക്ഷേ അതെനിക്ക് ശരിയാവുന്നില്ല. ഇതന്നെ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ നേരെ ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ തേക്കണതിന് പകരം ആദ്യം നമ്മുടെ ഈ കാർഡ്ബോർഡിൽ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് സ്പേസ് ശരിയാവും കേട്ടോ. പുറത്തൊന്നും ആവില്ല. അപ്പോൾ ഇതുപോലെ ഓൾട്ടർനേറ്റായിട്ട് ഏകദേശം സൈസ് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, ഓപ്പോസിറ്റ് ഒട്ടിക്കുന്നതിൻ്റെ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ ചരട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ് ഹോം എന്ന്. അപ്പോൾ ഇത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നത് ഇതുപോലെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. ബാക്കിൽ ചാക്ക് ചരട് വെച്ച് കെട്ടും കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ഹോം ഡെക്കറാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ചെയ്താണ്. ഈ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.